ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു മനസ്സിൽ പറയുക, എനിക്ക് ഹൃദയ മാഡത്തിനോട് ഒരു ബോഡി ഗാർഡിൻ്റെ കരുതലേ ഉണ്ടായിരുന്നുള്ളോ, അതോ എൻ്റെ മനസ്സിൽ പ്രണയമുണ്ടായിരുന്നോ? വല്ലാത്ത ഒരു കൺഫ്യൂഷനാണല്ലോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ കാറ്റിനോട് എൻ്റെ സംശയം അങ്ങ് ചോദിച്ചാലോ. കാറ്റേ, എനിക്ക് ഹൃദയ മാഡത്തിനോടുള്ളത് പ്രണയം തന്നെയാണോ? ഹൃദയ മാഡം ആണെങ്കിൽ പൂർണ്ണചന്ദ്രനിൽ എന്നെ കണ്ടിട്ടാണ് പ്രണയിച്ചത്. അതുപോലെ ചന്ദ്രക്കരയിൽ എനിക്ക് ഹൃദയ മേഡത്തിൻ്റെ മുഖമൊന്ന് കാണിച്ചു തരുമോ? എൻ്റെ മനസ്സ് നിറയെ ഹൃദയ മേഡമാണെങ്കിൽ എനിക്ക് പൂർണ്ണചന്ദ്ര നിലാവിൽ ഹൃദയ മേഡത്തെ കാണാൻ കഴിയും. ആ സമയത്താണെങ്കിൽ ഇടിയും മിന്നലും വരുന്നുണ്ട്. പെട്ടെന്ന് രാജു ബൈക്കിൽ കയറി അവിടെ നിന്നങ്ങ് പോവുകയാണ്. ഈ സമയത്ത് അംബികയും ജയനും കൂടി ഇങ്ങനെ കാറിൽ വരുവാണ്. പെട്ടെന്ന് അംബിക കാർ നിർത്തിയിട്ട് ജയനോട് ചോദിക്കുക, ഞാനിവിടെ കാർ നിർത്തിയത് എന്തിനാണെന്ന് ജയൻ അറിയാമോ? ജയൻ പെട്ടെന്ന് മനസ്സിൽ പറയുക, ദൈവമേ, കൊല്ലാനാണോ? എന്താ ജയ ചോദിച്ചതിന് മറുപടി പറയാത്തത്? അംബിക ചോദിക്കുക. ജയൻ പറയുക, അയ്യോ മേഡം, എന്നെ തെരുവിൽ ഉപേക്ഷിക്കാനാണോ? പെട്ടെന്ന് ചിരിച്ചോണ്ട് അംബിക പറയുക, നിനക്ക് ശമ്പളം തരാന്. സന്തോഷത്തോടെ അത് കേട്ട് ജയൻ പറയുക, ഈശ്വരോ രക്ഷിതോ, ഞാനൊന്ന് അംബിക മേഡത്തിൻ്റെ കാലിൽ വീണോട്ടെ. ഉടനെ അംബിക പറയുക, നീ എൻ്റെ കാല് വാരാനാണോ? അയ്യോ അങ്ങനെയല്ല മേഡം, ഞാൻ എൻ്റെ മേഡത്തെ ദൈവമായിട്ടാണ് കാണുന്നത്. ഓ, ദൈവമായിട്ടാണോ? ഏത് ദൈവമാ? അത് മേഡത്തിനെ ഞാൻ സാക്ഷാൽ കാവില ഭഗവതിയായിട്ടാണ് കാണുന്നത്. കാവില ഭഗവതിയോ? ഏത് കാവില ഭഗവതി എന്ന് അംബിക ചോദിക്കുവാണ്. അത് മേഡം, തീവട്ടിക്കാവില ഭഗവതി. അതിന് തീവട്ടിക്കാവില ഭഗവതി ഭദ്രകാളിയല്ലേ? വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദേവിയാ മേഡം അത്. അംബിക മേഡത്തെ പോലെ ക്ഷിപ്ര കോവിയും ക്ഷിപ്ര പ്രസാദിയുമാണ് തീവട്ടിക്കാവിലമ്മ. ജയൻ അങ്ങനെ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് അംബിക. ജയൻ എന്നിട്ട് മനസ്സിൽ പറയുക, എൻ്റെ തീവട്ടിക്കാവിലമ്മേ, ആ തീവട്ടിയെടുത്ത് ഇവിടെ തലയ്ക്ക് 2 കൊടുക്കണേ. അപ്പോഴംബികയ്ക്കൊരു സംശയം, അല്ലടാ ജയ, ഞാൻ തീവട്ടിക്കാവിലമ്മ, അപ്പോഴെൻ്റെ മകനോ? അവൻ ആരായിട്ട് വരും? അയ്യോ മേഡം, അത് വേട്ടയ്ക്കൊരു മകൻ എന്ന രീതിക്കാണ് കാണുന്നത്. ജയൻ്റെ ആ പുകഴ്ത്തലൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് അംബിക ബാഗ് തുറഞ്ഞ് കുറച്ച് രൂപയെടുത്ത് ജയൻ്റെ നേരെ ഇങ്ങനെ നീട്ടുവാണ്. വേണ്ട 70,000 രൂപയുണ്ട്. അത് കേട്ടാണെങ്കിൽ ജയൻ്റെ കണ്ണ് തള്ളിപ്പോയി. അംബിക പറയുക, നിനക്ക് ഞാൻ പറഞ്ഞിരുന്ന ശമ്പളം 60,000 ആയിരുന്നു. നീ എന്നെ പുകഴ്ത്തിയതിന് ഒരു 10,000 രൂപ കൂടി ഞാൻ തന്നതാ. അത് കേട്ട് ജയൻ പറയുക, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ മേഡം. അതെന്തിനാടാ ജയ നീ പൊട്ടിക്കരയുന്നത്? അത് മേഡം, ലോക ഫ്രോഡായി എനിക്ക് 70,000 രൂപ ശമ്പളം തന്നതിന്. നിന്റെ കരച്ചിലൊക്കെ അങ്ങോട്ട് നിർത്തടാ. എന്നിട്ടേ നീ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. ഞാൻ ജോലി ചെയ്യും മേഡം, മേഡം പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യും. പെട്ടെന്ന് അംബിക ജയനോട് എന്തോ ഒരു പ്ലാൻ പറയുന്നുണ്ട്. അംബിക പറയുന്നതെല്ലാം കേട്ടിങ്ങനെ തലയാട്ടിക്കൊണ്ട് ജയൻ ആ കയ്യിലിരിക്കുന്ന പൈസയെ തന്നെ നോക്കുവാണ്. ഈ സമയത്താണെങ്കിൽ രാജു പുറത്ത് വന്ന് പൂർണ്ണചന്ദ്രനെ നോക്കുക. പൂർണ്ണചന്ദ്രൻ വന്നില്ലല്ലോ. ഓ, സന്ധ്യ ആയതല്ല ഉള്ളു. അപ്പോൾ ഐഷു അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അമ്മാവൻ എന്തോ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്? അത് മോളെ, മാനത്ത് മഴക്കാറുണ്ടോന്ന് നോക്കിയതാ. മഴയെങ്ങാനും പെയ്താലോ? അപ്പോൾ ഐഷു പറയുക, മഴയൊന്നും പെയ്യില്ലമ്മാവ, ഈ സ്കൈ കണ്ടില്ലേ? മഴക്കാറൊന്നുമില്ല, ഇന്ന് മഴയൊന്നും പെയ്യില്ല. രാജു ഐഷുവിനോട് ചോദിക്കുന്നു, ഹൃദിക മേഡവും അമ്മുമ്മയും കൂടെ എവിടെ പോയതാ? അത് എനിക്കറിയില്ലമ്മാവ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ രാധമ്മയും ഹൃദികയും കൂടെ അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടുകൊണ്ട് രാജു ചോദിക്കുന്നു, അമ്മേ നിങ്ങൾ എവിടെ പോയതാ? രാധമ്മ പറയുക, മോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഒരു ശരീരവേദനയും തലവേദനയും ഒക്കെ, ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് വരുക. അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? നല്ല പനിയുണ്ട്, വൈറൽ ഫീവറാ. ഹൃദിക പറയുക, ഐഷു എൻ്റെ അടുത്തോട്ട് വരണ്ട, പനി പകരും. മോൾ അങ്ങോട്ട് മാറി നിന്നോ. എന്നിട്ട് ഡോക്ടർ മരുന്ന് തന്നില്ലേ അമ്മേ? മരുന്നൊക്കെ തന്ന്, ആൻറ്റിബയോട്ടിക്കാ. ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ വാ, വന്ന് വിശ്രമിക്ക്. അങ്ങനെ രാധമ്മ ഹൃദികയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. ഹൃദിക നല്ല ഉറക്കത്തിലാണ്. രാവിലെ രാജു ഇങ്ങനെ ഹൃദികയുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ്. ഹൃദികയുടെ മുഖത്തോട്ട് നോക്കി സങ്കടത്തോടെ രാജു മനസ്സിൽ പറയുന്നു, ഈശ്വര, മേഡത്തിൻ്റെ പനി എളുപ്പമൊന്ന് മാറിക്കിട്ടണേ. അങ്ങനെ ഹൃദികയുടെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട്, അയ്യോ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ഹൃദിക കണ്ണു തുറന്ന് നോക്കിയിട്ട് രാജുവിനോട് പറയുക, രാജു എൻ്റെ അടുത്ത് ഇരിക്കണ്ട, ഇത് പകരുന്ന പനിയാ, രാജു പൊയ്ക്കോ. അത് കുഴപ്പമൊന്നും ഇല്ല മേഡം. അങ്ങനെയല്ല രാജു, കുഴപ്പമുണ്ട്. ഈ പനി വന്നാലേ ഭയങ്കര ബോഡി പെയിനാണ്. ഇന്ന് രാജു ഈ മുറിയിൽ കിടക്കണ്ട, രാജു പൊയ്ക്കോ. മേഡത്തിൻ്റെ പനി പെട്ടെന്ന് മാറാൻ എന്താ ഒരു മാർഗം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് രാജു പുറത്തോട്ട് ഇറങ്ങുവാണ്. പാവം, നല്ല പനിയുണ്ട്. കണ്ടിട്ട് നല്ല വിഷമം തോന്നുന്നു. മരുന്നിൻ്റെ റിയാക്ഷനൊക്കെ പതുക്കെ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് നെറ്റിയിൽ തുണി നനച്ചിട്ടാലോ?
അങ്ങനെ രാജു പെട്ടെന്ന് അടുക്കളയിലോട്ട് ചെന്നിട്ട് രാധമ്മയോട് പറയാം, അമ്മയെ കുറച്ച് തുണി തരാവോ, ഋതിക മേഡത്തിൻ്റെ നെറ്റിയിൽ നനച്ച് വെക്കാനാ. അതിനെന്താ, തുണി തരാവല്ലോ എന്നും പറഞ്ഞ് രാധമ്മ തുണിയെടുക്കാനായിട്ട് പോകുമ്പോൾ രാജു പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുവാണ്. അങ്ങനെ രാധമ്മ തുണിയൊക്കെ കൊണ്ടുവന്ന് രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. രാജു ആ തുണിയും വെള്ളമൊക്കെ ആയിട്ട് ഋതിക മേഡത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. രാധമ്മയാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. രാജു അങ്ങനെ ഋതികയുടെ അടുത്തോട്ട് വന്നിട്ട് പുതപ്പൊക്കെ എടുത്ത് നല്ലതുപോലെ പുതപ്പിച്ച് കൊടുത്തിട്ട് ആ തുണി ഇങ്ങനെ വെള്ളത്തിൽ മുക്കി നെറ്റിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഋതികയുടെ. ആ ജനലിൻ്റെ അരികിൽ വന്ന് നിന്ന് കൊച്ചമ്മണി ഇതിങ്ങനെ നോക്കി കാണുവാണ്. രാജു ഋതികയുടെ നെറ്റിയിൽ ഇങ്ങനെ തുണി നനച്ച് വെക്കുമ്പോൾ പതുക്കെ ഋതിക കണ്ണു തുറന്ന് രാജുവിനെ നോക്കുന്നുണ്ട്. കൊച്ചമ്മണി അത് കണ്ട് മനസ്സിൽ പറയാ, പ്രണയപ്പനി പെങ്കോന്ത ലീല, ചാരപ്പണി ഇപ്പം തന്നെ തുടങ്ങാം, ഇതൊക്കെ ആ അമ്പിയയ്ക്ക് അങ്ങോട്ട് ചോർത്തി കൊടുത്താൽ നല്ല പൈസ കിട്ടും എന്നിങ്ങനെ ആലോചിച്ചെൻ്റെ അവിടെ നിൽക്കുവാണ് കൊച്ചമ്മണി. ഈ സമയം നമ്മുടെ വേണുവേട്ടനാണെങ്കിൽ ഒരു കടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു പോകുന്ന ദീപക്. അവൻ്റെ ആ ചുറ്റുമുള്ള നോട്ടവും പോക്കും ഒന്നും കണ്ടിട്ട് അത്ര രസമല്ലല്ലോ. ഇവൻ എന്താ ഇവിടെ, എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തായാലും ഇവൻ്റെ പുറകെ ഒന്ന് പോകാം. അങ്ങനെ ദീപക് കാണാതെ ദീപക്കിൻ്റെ പുറകെ നമ്മുടെ വേണുവേട്ടൻ പോകുന്നുണ്ട്. ദീപക്കാണെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിലോട്ടും പുറകോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ വേണുവേട്ടൻ ആ സൈഡിലുള്ള ചെടികൾക്കിടയിലൊക്കെ മറഞ്ഞു നിൽക്കുവാണ്. ദീപക് അങ്ങനെ വളരെ വേഗത്തിൽ നടക്കുവാണ്. ദീപക്കിനെ പിന്തുടർന്ന് തന്നെ നമ്മുടെ വേണുവേട്ടനും വരുവാണ്. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനകത്ത് വന്ന് വാതിൽ തുറന്ന് ദീപക് അകത്തോട്ട് കയറിപ്പോകുന്നത് നമ്മുടെ വേണുവേട്ടൻ കാണുന്നുണ്ട്. ഈ സമയത്ത് ജഗന്നാഥൻ ബോധമില്ലാതെ ഉറങ്ങുകയാണ്. ജഗന്നാഥനെ കെട്ടിയിട്ടിരിക്കുവാണ്. ജഗന്നാഥൻ്റെ അരികിലേക്കിട്ട് വന്ന ദീപക് എടോ എടോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ സമയം ഇതൊക്കെ ജനലിൻ്റെ അരികിൽ നിന്ന് ഒളിച്ചു നിന്ന് കാണുവാണ് വേണുവേട്ടൻ. ജഗന്നാഥനെ അവിടെ കണ്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുവാണ് വേണു. ദീപക്കാണെങ്കിൽ അവിടെ കിടന്ന് പറയുന്നുണ്ട്, ഈ നാശം പിടിച്ചവനെ എങ്ങനെയൊന്ന് ഉണർത്തും. വേണുവേട്ടൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ അത് ജഗന്നാഥനല്ലയോ, ചത്തിട്ടില്ല, തന്നെ കൊല്ലരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്, തന്നെ കൊണ്ട് ഇനി എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടെന്ന്, അതുകൊണ്ട് മാത്രമാണോ തന്നെ ഇങ്ങനെ കൊല്ലാതിട്ടിരിക്കുന്നത്, അല്ലാതെ തന്നോട് അലിവൊന്നും തോന്നിയിട്ടല്ല കേട്ടോടോ. ദേണ്ടെ ആഹാരം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്, ചാകാതിരിക്കാൻ വേണ്ടി നിങ്ങളതെടുത്തത് കഴിച്ചോ, നിങ്ങളതെടുത്ത് കഴിച്ചേ പറ്റൂ. ദേഷ്യത്തോടെ ജഗന്നാഥൻ ഇങ്ങനെ കണ്ണു തുറന്ന് ദീപക്കിനെ നോക്കുക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത് എന്നും പറഞ്ഞ ദീപക് ആ ജഗന്നാഥനെ ഇട്ടിടിക്കുവാണ്. അത് കണ്ട് ദേഷ്യം സഹിക്കാനാകാതെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ വേണുവേട്ടൻ. വേണ്ട വെള്ളം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞാനിനി എപ്പോഴെങ്കിലേ ഇങ്ങോട്ട് വരത്തുള്ളൂ, അപ്പോഴേ തനിക്കിനി വെള്ളം കുടിക്കാൻ പറ്റൂ. അങ്ങനെ ദീപക് അവിടെ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കിയിട്ട് അവനങ്ങ് പോവുകയാണ്. ദീപക് പോകുന്നത് കണ്ട് പെട്ടെന്ന് വേണുവേട്ടൻ ആ വാതുക്കൽ വന്നുകൊണ്ട് ആ വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുവാണ്. അവിടെ കിടന്ന് ആ മൺമട്ടിയെടുത്ത് ആ പൂട്ടങ്ങോട്ട് തല്ലി പൊളിക്കുവാണ്. അങ്ങനെ ആ പൂട്ട് തല്ലി പൊളിച്ചിട്ട് നമ്മുടെ വേണുവേട്ടൻ അകത്തോട്ട് ചെന്നിട്ട് ജഗന്നാഥനെ ഇങ്ങനെ തട്ടി വിളിക്കുക. എടോ ജഗന്നാഥ, ഇത് ഞാനാടോ വേണു, എടോ കണ്ണു തുറക്ക്, നിന്റെ വേണുവായത്. വിശ്വസിക്കാനാകാതെ ജഗന്നാഥൻ ഇങ്ങനെ വേണുവിനെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. സങ്കടത്തോടെ പറയുന്നു, എൻ്റെ വേണു. അതേടോ, ഞാൻ തൻ്റെ വേണു തന്നെയാ. ഇവിടെ നിന്നും നമുക്ക് സംസാരിക്കാൻ നേരമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് വേണുവേട്ടൻ ജഗന്നാഥൻ്റെ കെട്ടൊക്കെ അഴിച്ച് അവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ട് പോവുകയാണ് അവർ രണ്ടുപേരും. പിന്നീട് കാണിക്കുന്ന രാജുവാണെങ്കിൽ പറമ്പിൽ നിന്ന് എന്തൊക്കെയോ ഇലകളൊക്കെ ഇങ്ങനെ പറിക്കുവാണ്. അത് കണ്ട് പ്രിയ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, എന്താടാ നീ ആടിനെയോ പശുവിനെ വല്ലതും വളർത്താൻ തുടങ്ങിയോ? അത് കേട്ട് രാജു പറയുക, ഇത് ആടിനും പശുവിനും ഒന്നും അല്ല, എൻ്റെ ഋതിക മേഡത്തിന് പനിയല്ലേ, ഈ ഇലകൾ പറിച്ചോണ്ട് പോയി ആവി പിടിക്കാനാ. പ്രിയ ചിരിച്ചോണ്ട് പറയുന്നു, അത് കൊള്ളാം, ഭാര്യയ്ക്ക് പനി വന്നപ്പോൾ നിന്റെ നെഞ്ചിനകത്തൊരു പടപടപ്പ്. എനിക്കെന്തായാലും സന്തോഷമായടാ, ചെറുക്കൻ്റെ ഒരു അനുരാഗം. വേണ്ട, ഞാൻ ഇപ്പം തന്നെ ചെന്നത് അമ്മയോട് പറയട്ടെ. അയ്യോ ചേച്ചി എന്നിങ്ങനെ രാജു വിളിക്കുന്നുണ്ട്. ഒരാളുടെ പനി എളുപ്പം കുറയരുതെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. പ്രിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. രാത്രിയിൽ അങ്ങനെ വേണുവേട്ടനും ജഗന്നാഥനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. വേണുവേട്ടൻ പറയുക, ജഗന്നാഥ നീ മരിച്ചു പോയെന്നാണല്ലോ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പ്രതാപവർമ്മ സാറിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ട് നീ എവിടെയോ വെളിയിലെവിടെയോ ജോലിക്ക് പോയെന്നൊക്കെയാണല്ലോ കേട്ടത്. ജോലിക്ക് പോയെടുത്ത് വെച്ച് നിനക്കെന്തോ രോഗം പിടിപെട്ടെന്നോ നീ അവിടെ വെച്ച് മരിച്ചു പോയെന്നൊക്കെയാണ് കേട്ടത്. അത് കേട്ട് ജഗന്നാഥൻ പറയുക, അതൊക്കെ പറഞ്ഞ് വരുത്തേണ്ട ആവശ്യം അവർക്കുണ്ടല്ലോ. എന്നെ തടവറയിൽ ഇട്ടുകൊണ്ട് അവളത് ഭംഗിയായിട്ട് ചെയ്തു. സൂര്യമംഗലത്തെയും പ്രതാപൻ്റെയും കാശ് വേണ്ടുവോളം അവിടെ കയ്യിലുണ്ടല്ലോ. ആവശ്യത്തിലധികം പണം കയ്യിലുള്ളപ്പോൾ അവൾ പറയുന്നത് എന്തു അനുസരിക്കാനായിട്ട് തയ്യാറായ കുറേ ആൾക്കാരും കൂടെയുണ്ട്. പണ്ട് ഭീമനെയും ദുര്യോധനെയും നിത്യശത്രുക്കളാക്കി മാറ്റാൻ ശകുനി കളിച്ച ഒരു കളിയുണ്ടല്ലോ. എന്നാൽ ഇത് അതിലും ഭീകരമായ ഒരു കഥയാണ്.
അവൾ അവളുടെ ലക്ഷ്യം നടപ്പാക്കാനും അവളുടെ സ്ഥാനം ഉറപ്പിക്കാനും സ്വത്തുക്കളെല്ലാം കയ്യിൽ ഒതുക്കാനും മെനഞ്ഞെടുത്ത ഒരു കഥ. ആ ദുഷ്ട എത്ര ജീവിതങ്ങളാണ് ഇല്ലാതാക്കിയത്. അവൾ എല്ലാവരുടെയും ജീവിതം തകർത്ത് കളഞ്ഞില്ലേ? അപ്പോൾ വേണുവേട്ടൻ പറയുന്നുണ്ട്, നീ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. ഇനി ഒരു കാരണവശാലും അവൾക്ക് നീ പിടി കൊടുക്കരുത്. അതിനാരും കാണാത്ത രഹസ്യമായ ഒരു ഷെൽട്ടർ എനിക്ക് വേണമല്ലോ എന്നിങ്ങനെ ജഗന്നാഥൻ പറയുമ്പോൾ വേണുവേട്ടൻ അത് ആലോചിക്കുവാണ്. ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഋതികയുടെ അടുത്തോട്ട് രാജു കഞ്ഞിയുമായിട്ട് വന്നിരിക്കുക. ജനലിൻ്റെ അരികിൽ നിന്ന് കൊച്ചമ്മണി ഇതൊക്കെ ഇങ്ങനെ മറഞ്ഞിരുന്ന് നോക്കി കാണുവാണ്. രാജു ഋതികയെ ഇങ്ങനെ തട്ടി വിളിച്ചോണ്ട് പറയുന്നു, മേഡം മേഡം എഴുന്നേൽക്ക് എഴുന്നേൽക്ക് മേഡം, കഞ്ഞി കുടിക്ക്. ഋതിക പറയുന്നു, എനിക്ക് വേണ്ട രാജു കഞ്ഞി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേഡം, മരുന്ന് കഴിക്കേണ്ടതല്ലേ, കഞ്ഞി കുടിച്ചേ പറ്റൂ. അങ്ങനെ ഋതികയുടെ കയ്യിൽ പിടിച്ച് രാജു ഇങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് കഞ്ഞി കോരി കൊടുക്കാനായിട്ട് ഒരുങ്ങുവാണ്. രാജു എനിക്ക് വേണ്ട എന്നിങ്ങനെ ഋതിക പറയുമ്പോൾ രാജു പറയുന്നുണ്ട്, പറ്റില്ല മേഡം, കുറച്ചെങ്കിലും മേഡം കഞ്ഞി കുടിച്ചേ പറ്റൂ. രാജു അങ്ങനെ പതുക്കെ കഞ്ഞി കോരി ഇങ്ങനെ ഋതികയ്ക്ക് കൊടുക്കുവാണ്. കൊച്ചമ്മണി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് എന്തൊക്കെയായത്? കഞ്ഞി കോരി കൊടുക്കുന്നു, ഭാര്യയെ ലാളിക്കുന്നു, ഭാര്യയെ കൊഞ്ചിക്കുന്നു. കൊച്ചമ്മണിക്കിതൊന്നും അങ്ങോട്ട് തീരെ സഹിക്കുന്നില്ല. രാജു അങ്ങനെ കഞ്ഞി കോരി ഋതികയ്ക്ക് കൊടുക്കുമ്പോൾ ഋതിക പെട്ടെന്ന് രാജുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, വേണ്ട രാജു, മേഡം ആൻറ്റിബയോട്ടിക്കാണ് ചെല്ലുന്നത്, ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ചെങ്കിലും കഞ്ഞി കുടിച്ചേ പറ്റൂ മേഡം. രാജു വായിക്ക് ഒരു രുചിയും തോന്നുന്നില്ല. അതെനിക്കറിയാം മേഡം, മേഡം ഇപ്പോൾ വായിക്ക് രുചിയും മണവും ഒന്നും നോക്കണ്ട എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ സ്നേഹത്തോടെ കഞ്ഞി കോരി ഋതികയ്ക്ക് കൊടുക്കുവാണ്. കൊച്ചമ്മണിക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കൊച്ചമ്മണി അവിടെ നിന്നോണ്ട് മനസ്സിൽ പറയോ, ഓ അവൾക്ക് വായിക്ക് രുചിയില്ല, എന്നാൽ ചെമ്മീൻ ബിരിയാണി വാങ്ങിച്ചങ്ങോട്ട് കൊടുക്ക്. അങ്ങനെ രാജു കുറച്ച് കഞ്ഞിയൊക്കെ ഋതികയ്ക്ക് കോരി കൊടുത്തിട്ട് പതുക്കെ ഋതികയെ അവിടെ കിടത്തി ആ പുതപ്പൊക്കെ എടുത്ത് അങ്ങോട്ട് പുതപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി മേഡം ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് രാജു ഋതികയുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ്. അയ്യോ, ഇങ്ങനെയുള്ള പ്രേമമൊന്നും ഞാൻ കണ്ടിട്ടില്ല, കൊച്ചമ്മണി അവിടെ നിന്നുണ്ട് മനസ്സിൽ പറയുക. എന്തായാലും കാശ് കിട്ടാനുള്ള പണിയായി, ഇതിപ്പം തന്നെ അങ്ങോട്ട് ചോർത്തി കൊടുത്തേക്കാം. അങ്ങനെ ഈ കൊച്ചമ്മണി ഒരു ചാര വനിതയാകുകയാണ് എന്നൊക്കെ ആലോചിച്ചിങ്ങനെ കൊച്ചമ്മണി അവിടെ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണിയുടെ ചാരപ്പണി അങ്ങനെ തുടരട്ടെ. രാജുവും ഋതികയും തമ്മിലുള്ള പ്രണയവും തുടരട്ടെ. പൂർണ്ണചന്ദ്രന് രാജു ഋതികയുടെ രൂപം കാണുമ്പോൾ രാജുവിൻ്റെ ഉള്ളിൽ പ്രണയം വരികയും അവരങ്ങനെ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യട്ടെ. ജഗന്നാഥൻ ഇനിയും അംബികയ്ക്ക് പിടികൊടുക്കാതെ ജഗന്നാഥനും വേണുവേട്ടനും ചേർന്ന് പ്രതാപനെ കണ്ട് അംബിക നടത്തിയ ക്രൂരതകളെല്ലാം പറയട്ടെ. അംബികയെ അങ്ങനെ പ്രതാപൻ അടിച്ച് പുറത്തിറക്കട്ടെ. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.